7 ഫെബ്രുവരി വരെ കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാളുടെ എൻ്റെ അച്ഛൻ്റെ 100ാം ജന്മവാർഷികാഘോഷം ആചരണം നടക്കുകയാണ്. ആദ്യത്തെ ഒരു തുടക്കം എന്ന രീതിയിൽ കാന്തള്ളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ സമാരംഭം കുറിച്ചത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഏവരുടെയും ഒരാഗ്രഹം, ഒരു വർഷത്തെ പരിപാടികൾ കാരൽമണ്ണ കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റിൽ വെച്ച് നടത്തണം എന്നായിരുന്നു. മാത്രവുമല്ല, അതിന് കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ഒരു വർഷം മുഴുവൻ ഇവിടെ തന്നെ ആചരിക്കാം എന്ന്. നടക്കുന്ന പരിപാടികൾ മിക്കവാറും ഞങ്ങളുടെ സംഘാടകരുടെ മോഹത്തിലുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കലാമേഖലകളുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്ന് തന്നെയാണ്. ആദ്യം സമാരംഭ സമയത്ത് നടന്നത് ഇരട്ട മേളപ്പദമായിരുന്നു. തൊട്ട് മുന്നത്തെ പരിപാടി അഷ്ടപതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് വ്യാപരിച്ചൊരു മേഖലയായിരുന്നു അഷ്ടപതി. അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും ഇവിടെ വെച്ച് തന്നെ, ഈ ഹാളിൽ വെച്ച് തന്നെ നടത്താനായി. ഇന്ന് നടക്കാൻ പോകുന്നത് നങ്ങ്യാർകൂത്തുമായി ബന്ധപ്പെട്ട ഒരു അവതരണവും ചർച്ചയും ഓർമ്മയുമാണ്. പ്രണതി എന്ന സംഘടനയുടെ ആദ്യത്തെ ഉദ്ദേശം അദ്ദേഹവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ കലാമേഖലകളുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുക. അത് ശിഷ്യന്മാരാവാം, ഒരു പക്ഷേ അക്കാലത്തെ ദുർലഭമാണെങ്കിലും സഹപ്രവർത്തകരാവാം, പ്രശിഷ്യന്മാരാവാം, അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രണതിയുടെ ഉദ്ദേശം. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായി പരമാവധി, എല്ലാ മാസവും നടന്നുകൊള്ളണമെന്നില്ല, പരമാവധി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ പങ്കെടുക്കുന്നൊരു പരിപാടി എന്ന രീതിയിൽ അത് ആസൂത്രണം ചെയ്യണം എന്ന് പ്രണതി ഉദ്ദേശിക്കുന്നു. ആദ്യ മാസം അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരായ ബലരാമേട്ടനും ഉണ്ണീകൃഷ്ണേട്ടനും വിജയകൃഷ്ണേട്ടനും എല്ലാം അതിൽ പങ്കെടുത്തു. കഴിഞ്ഞ മാസം അഷ്ടപതിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കലാമണ്ഡലം മോഹനകൃഷ്ണേട്ടനും അതുപോലെ വെള്ളേരി സുബ്രഹ്മണ്യം, വെള്ളേരി ഹരിദാസേട്ടൻ, LP രാമദാസ് എന്നിവർ പങ്കെടുത്തു. ഇപ്രാവശ്യം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, പ്രണതി സ്മൃതി നടത്തുന്നത് അച്ഛൻ്റെ മരുമകൻ കൂടിയായ, ശിഷ്യൻ കൂടിയായ, കൊൽക്കത്തയിൽ രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിൽ ചെന്ന അധ്യാപകനായിരിക്കുന്ന കലാമണ്ഡലം ഗോപേട്ടനാണ്. ഗോപേട്ടനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗോപേട്ടൻ ആദ്യം തന്നെ പറഞ്ഞത്, പ്രഭാഷണം എന്നെക്കൊണ്ട് പറ്റുന്നതിൽ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന്. ആ പറച്ചില് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഗോപേട്ടന് സന്തോഷപൂർവ്വം സ്വാഗതം. തുടർന്ന് നടക്കുന്നത്, കഴിഞ്ഞ മാസവും ചെയ്ത പോലെ തന്നെ അഷ്ടപതിയുമായി ബന്ധപ്പെട്ട് LP രാമദാസും വെള്ളനേഴി ഹരിദാസും ചേർന്നുള്ളൊരു മുഖാമുഖമായിരുന്നു. ഇപ്രാവശ്യം ആ മുഖാമുഖം വിഷയം ഒന്ന് മാറുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കയും നങ്ങ്യാർകൂത്തും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുഖാമുഖം നടക്കുന്നത്.
അതിന് തയ്യാറായി വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് അച്ഛൻ്റെ 2 ശിഷ്യന്മാരാണ്. അഭിമാനപൂർവ്വം പറയാം. ഒന്ന് കിള്ളിമംഗലം കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട്, ഏവരും കുഞ്ചുവേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന കുഞ്ചുവേട്ടനും, ആദ്യകാലങ്ങളിൽ ഇപ്പോൾ മിഴാവിൻ്റെ ഉന്നത സ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന ഈശ്വരനുണ്ണേട്ടൻ, ആദ്യകാലത്ത് അച്ഛൻ്റെ കീഴിൽ തായമ്പൊക്കെ പഠിച്ചിരുന്നു എന്നും കേട്ടറിവുണ്ട്. അവർ 2 പേരും കൂടിയാണ് ഈ മുഖാമുഖം നിർവഹിക്കുന്നത്. 2 പേരെയും വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഗോപേട്ടൻ്റെ അനുസ്മരണത്തിന് ശേഷം ഈ മുഖാമുഖം ആരംഭിക്കും. തുടർന്ന് നാം ഏവരും ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ നങ്ങ്യാർകൂത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയാണ്. അതിലേറ്റവും സന്തോഷം, അഭിമാനം എന്നെല്ലാം പറയാം. ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്ന കഥ, നങ്ങ്യാർകൂത്തിൻ്റെ കഥ, അക്രൂര ഗമനം, അതിലെ നരസിംഹാവതാരം പ്രത്യേകിച്ച് അതാണ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയട്ടെ, ഒരു കാലത്ത് അച്ഛനെല്ലാം ആ വേദിയിൽ ഉണ്ടായിരുന്ന കാലത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നില്ല, അപൂർവമായി മാത്രം അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന ഗുരു ശ്രീമതി കലാമണ്ഡലം ഗിരിജ ടീച്ചറാണ് ഇന്ന് അക്രൂര ഗമനം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അക്കാലയളവിൽ അച്ഛനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, പ്രത്യേകിച്ച് നമ്പ്യാരാശാന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഉണ്ണിയേട്ടനാണ്. എനിക്ക് ഈശ്വരനുണ്ണി എന്ന് പറയാൻ ഒരു ദൈർഘ്യം വേണ്ട. ഉണ്ണിയേട്ടനാണ് ഇന്ന് മിഴാവ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രീ കലാമണ്ഡലം വിവേക് പങ്കെടുക്കുന്നു. പിന്നെ അച്ഛൻ്റെ പ്രധാന ശിഷ്യരിൽ പ്രമുഖനായ ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണേട്ടൻ ഇവരുടെ കൂടെ ഇടയ്ക്ക വാദനം നടത്തുന്നു. ഗിരിജ ടീച്ചറുടെ മകളായ ഒറ്റപ്പാലം NSS കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീമതി ശാലിനി ഹരികൃഷ്ണൻ ഇരത്താളത്തിലും താളത്തിലും പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു അപൂർവമായ കൂടിയാട്ട നങ്ങ്യാർകൂത്ത് അവതരണമാവും എന്ന പൂർണ്ണ ബോധ്യം സംഘാടകർക്കുണ്ട്. ഇനിയും വരാനിരിക്കുന്ന പ്രണതിയുടെ പരിപാടികൾ ഇത്തരം അപൂർവതകൾ കൊണ്ട് നിറയ്ക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമുള്ളത്. എല്ലാവരുടെയും സ്നേഹപൂർണമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തം അമ്മാമ്മനെ പറ്റി, അച്ഛൻ്റെ നേരെ പെങ്ങളുടെ മകനാണ് ഗോപേട്ടൻ എന്ന് വിളിക്കുന്ന കലാമണ്ഡലം ഗോപകുമാർ. അമ്മാമ്മ എന്ന കുടുംബ ബന്ധത്തെക്കുറിച്ചും കലാമണ്ഡലത്തിലെ ആശാൻ എന്ന ആശായനെക്കുറിച്ചും സംസാരിക്കാൻ ഗോപേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ വാത്സല്യത്തോടെ അമ്മാമ്മയെ ഓർമ്മിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംസാരത്തിലുള്ള പരിചയക്കുറവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒന്ന് എഴുതി കൊണ്ടുവരായില്ല. ഞാൻ തന്നെ അതിനെ പറഞ്ഞു. പക്ഷെ അമ്മയുടെ കാര്യമായിട്ട് നമുക്ക് വയ്യാറാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ശ്രമം അത്രയേ ഉള്ളൂ. നമുക്ക് സംസാരിച്ച് തുടങ്ങിയപ്പോൾ റൂട്ടൊക്കെ മാറി, പിന്നെ കുറേ അറിയാവും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന കലാനുരാഗികളെ, സുഹൃത്തുക്കളെ, ഇന്ന് സവിശേഷമായ ഒരു ദിവസമാണ്. കലാലോകത്തെ കുലപതികളൊരാളായ കലാമണ്ഡലം അച്യുതി പൊതുവാൾ എന്ന എൻ്റെ അമ്മാവൻ്റെ 100ാം ജന്മവാർഷികവും പ്രണതിയുടെ 3ാം അനുസ്മരണവും ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ചില
അദ്ദേഹത്തെക്കുറിച്ച് ചില വാക്കുകൾ പങ്കുവയ്ക്കാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും അമ്മാവൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 62-ൽ വെള്ളിനേഴിയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും വളർന്നതും പഠിച്ചതുമെല്ലാം ചെത്തല്ലൂരിലായിരുന്നു. എങ്കിലും സ്കൂൾ അവധിക്കാലത്തും ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിലും ഞാൻ വെള്ളിനേഴിയിൽ എത്തുമായിരുന്നു. അക്കാലത്താണ് അമ്മാവനെ അടുത്തറിയാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതം കലയുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ടത് അദ്ദേഹമാണ്. 1976-ൽ കലാമണ്ഡലത്തിൽ ഒരു ചെണ്ട വിദ്യാർത്ഥിയായി ചേരാനുള്ള എല്ലാ പ്രോത്സാഹനവും സഹായവും നൽകിയത് അമ്മാവനായിരുന്നു. അവിടെ മുതലാണ് അമ്മാവൻ എന്ന വ്യക്തിയെയും ഗുരുവിനെയും ഞാൻ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞു തുടങ്ങിയത്. കലാമണ്ഡലത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇൻ്റർവ്യൂ സമയത്ത് അമ്മാവൻ ഒരു വിദേശയാത്രയ്ക്ക് പോകേണ്ടത് കൊണ്ട് വെള്ളിനേഴി വീട്ടിലേക്ക് വിളിച്ച് അവിടെ വെച്ച് ചെറുതായ ഒരു ഇൻ്റർവ്യൂ നടത്തി. ഇവന് താളബോധമുണ്ട് എന്ന് അന്ന് അദ്ദേഹം അമ്മായിയോട് പറഞ്ഞത് എനിക്കിപ്പോഴും വലിയൊരു അംഗീകാരമായി തോന്നുന്നു. മണ്ണാടിയ ആശാനായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. 76 ജൂണിൽ എനിക്ക് സെലക്ഷൻ ലഭിച്ചു. ക്ലാസ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം അന്നത്തെ പ്രിൻസിപ്പാൾ ആയിരുന്ന നമ്പീശൻ ആശാന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ ഒന്ന് നമസ്കരിപ്പിച്ചു. പിറ്റേന്ന് തന്നെ ക്ലാസ്സുകൾ തുടങ്ങി. മണ്ണാടിയ ആശാനും അമ്മാവനുമായിരുന്ന അന്നത്തെ എൻ്റെ ഗുരുനാഥന്മാർ അവർ രണ്ടുപേരായിരുന്നു. അവിടെ വെച്ചാണ് സ്നേഹത്തോടൊപ്പം തന്നെ ഭയവും ബഹുമാനവും കലർന്ന ഒരു ബന്ധം അമ്മാവനോട് എനിക്കുണ്ടായത്. കലാമണ്ഡലത്തിൽ വെച്ചിട്ട് 2ാം വർഷം ആയപ്പോഴേക്കും പുറപ്പാട്, മേളപ്പദം, താരമ്പക തുടങ്ങിയവയെല്ലാം അമ്മാവൻ്റെ ശിക്ഷണപ്രകാരം തന്നെ ഞാൻ അവതരിപ്പിച്ചു, അരങ്ങേറ്റം നടത്തി. എൻ്റെ ചിട്ടയായ ജീവിതത്തിന് അടിത്തറ പാകിയത് അദ്ദേഹമാണ്. കാന്തല്ലൂർ ഉത്സവക്കാലത്ത് കലാമണ്ഡലത്തിൽ ലീവെടുത്തു വന്ന് ക്ഷേത്ര ചടങ്ങുകൾക്കും കഥകളിക്കും പങ്കെടുക്കണമെന്ന് അമ്മാവൻ നിർബന്ധമുണ്ടായിരുന്നു. എന്നോട് അദ്ദേഹത്തിന് പ്രത്യേക വാത്സല്യവും ഒപ്പം കണിശതയും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ വാദ്യവിഭാഗമായാലും അവതരണമായാലും സമയനിഷ്ഠയുടെ കാര്യത്തിൽ അമ്മാവൻ വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു. ഇന്നും ഞാൻ ഏതൊരു പരിപാടിക്കും കൃത്യസമയത്തിന് മുൻപേ എത്തുന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ആ ശിക്ഷണത്തിൻ്റെ ഗുണമാണ്. പഠിക്കുന്ന കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം കാണിച്ചിരുന്നില്ല. കാന്തല്ലൂർ ഉത്സവത്തിൻ്റെ കാര്യത്തിൽ അമ്മാവൻ്റെ മൂത്ത മകനായിരുന്ന നമ്മെ വിട്ടുപോയ രാമനുണ്ണിയേട്ടനും അമ്മാവനെ പോലെ തന്നെ ചിട്ടയോടെ നടത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇന്ന് ചെറിയ പുത്രനായ ആനന്ദും അതേ ചിട്ടയോടെ തന്നെ ആ പാത പിന്തുടരുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. അമ്മാവൻ്റെ കഥകളിക്കൊട്ടിൻ്റെ പ്രത്യേകത വേണ്ട സമയക്രമവും മുദ്രയുടെ കൂടെയുള്ള കൊട്ടിൻ്റെ സുഖവും കഥകളി ഗായകർക്ക് അസഹനീയമാകാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാദനശൈലിയും എല്ലാവരും ഒരുപോലെ പുറത്തിയിട്ടുള്ളതാണ്. കലാമണ്ഡലത്തിലെ അധ്യാപന ജീവിതത്തിൽ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യസമ്പത്തുണ്ടായിരുന്നു. അവസാന കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. 1991 അസുഖം കാരണം അമ്മാവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരം പറഞ്ഞപ്പോൾ ഞാനും അങ്ങാടിപ്പുറം രാഘേട്ടനും കൂടി അദ്ദേഹത്തെ കാണാൻ പോയി. പിറ്റേ ദിവസം പനമ്പൂർക്കാവ് പൂരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത അറിയുന്നത്. ഉടനെ തന്നെ നിങ്ങൾ അവിടേക്ക് തിരിച്ചു. അദ്ദേഹം ശാരീരികമായി നമുക്കിടയിൽ ഇല്ലെങ്കിലും അദ്ദേഹം പകർന്നു തന്ന വാദ്യകലയുടെ ആഴവും ജീവിതത്തിലെ അച്ചടക്കവും ഇന്നും എൻ്റെയും മറ്റ് ശിഷ്യരുടെയും ജീവിതത്തിൽ വലിയ വെളിച്ചമായി നിലനിൽക്കുന്നു. ആ വലിയ കലാകാരൻ്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.